നവറാസ് കിച്ചണിൻ്റെ ഒരു പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളതൊരു മഷ്റൂം മസാലയുമായിട്ടാണ്. മഷ്റൂം വെച്ചിട്ട് കുറച്ചൊരു നാടൻ ടച്ചിലൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മഷ്റൂമാണ്. സാധാരണ നമ്മൾ മഷ്റൂം മസാലയൊക്കെ തയ്യാറാക്കുമ്പോൾ ഉള്ളിയൊക്കെ വാട്ടി തയ്യാറാക്കുമ്പോൾ മഷ്റൂം വേറെയും അതിലത്തെ മസാല സെപ്പറേറ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ കിടക്കും, ഒരു യോജിപ്പില്ലാത്ത പോലെ കിട്ടും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് നല്ലോണം മഷ്റൂമും അതിൽ കിടന്നിട്ട് നല്ല കുറുകി വന്ന് റെഡിയാക്കി എടുക്കുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് 2 സ്റ്റെപ്പായിട്ടാണ്. അപ്പോൾ എൻ്റെ അടുത്തുള്ള മഷ്റൂം നല്ല വലുപ്പത്തിലുള്ള മഷ്റൂമാണ് കിട്ടിയിട്ടുള്ളത്. അത് ഞാനിവിടെ നല്ല കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ടിട്ടൊക്കെ വെള്ളത്തിൽ നല്ലോണം ഉപ്പിട്ടിട്ട് ചുടുവെള്ളം കൊണ്ട് അങ്ങനെ കഴുകിയെടുത്താലും മതി. ഇപ്പോൾ ഞാനിതിനെ ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന കളർ അതിൻ്റെ കേടല്ല, അത് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതോടൊക്കെ തന്നെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ ഒരു മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. മൺചട്ടിയിൽ 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, പിന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർക്കാം. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയിലുള്ള തേങ്ങാപ്പാലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ തേങ്ങാപ്പാൽ പൊടിയാണ് കലക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സാധാ തേങ്ങ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക, ഈ പൊടി വറക്കത്തിലേക്ക്. ഇത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ആ പൊടിയൊക്കെ ഉപ്പും മുളക് പൊടിയും എല്ലാം കൂടെ നല്ലൊന്ന് മിക്സാക്കി കൊടുക്കണം. ഇതെല്ലാം മിക്സാക്കിയുടെ ശേഷമാണ് നമ്മൾ അടുപ്പത്തേക്ക് വെക്കാൻ പാടുള്ളൂ. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂണ്, ഒരു 3 ടേബിൾ സ്പൂണോളൊക്കെ വെള്ളം കൂടി കുറച്ചും കൂടെ അതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ മഷ്റൂം അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ഇളക്കി മിക്സാക്കി കൊടുക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഇത് നമ്മൾ ആദ്യം തയ്യാറാക്കിയെടുക്കണം. എന്നിട്ടാണ് നമുക്കതിലേക്കുള്ള ബാക്കി ഉള്ളിയൊക്കെ വെച്ചിട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് വറ്റിച്ചെടുക്കണം. നല്ല ഇളക്കിയതിൻ്റെ ശേഷം മാത്രം അടുപ്പത്ത് വെക്കുക. ഓക്കെ, ഇപ്പോൾ ഞാനിത് ഗ്യാസിൽ ചട്ടി വെച്ചിട്ടുണ്ട്, അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടച്ച് വെക്കുമ്പോൾ തേങ്ങാപ്പാൽ തിളച്ച് പൊങ്ങും. അപ്പോൾ അത് ശ്രദ്ധിക്കുക തിളച്ച് വരുമ്പോൾ. എന്നിട്ട് തുറന്ന് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ അത് നല്ല വെള്ളം തേങ്ങാപ്പാൽ നല്ല തിളച്ചിട്ടുണ്ട്. നമ്മുടെ മഷ്റൂമൊക്കെ ഒന്ന് ചെറുതായി ചുങ്ങി വന്നിട്ടുണ്ട്. ഇത് നല്ല വറ്റിയിട്ടൊരു ഗ്രേവി പരുവത്തിൽ അങ്ങോട്ട് വറ്റി കിട്ടണം. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല അതിൽ വറ്റി പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ മഷ്റൂമിലേക്ക് നല്ല അതിൻ്റെ ഉപ്പും എല്ലാ മസാലയും നല്ല പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനെ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഉള്ളിയുടെ വാട്ടലും കാര്യങ്ങളൊക്കെ തുടങ്ങാം. അതിനായിട്ടൊരു പാനിൽ എണ്ണ നല്ല ചൂടായ ശേഷം ഞാൻ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കടുക് മതി. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി അരിഞ്ഞതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇഞ്ചി നല്ലോണം ഒന്ന് എണ്ണയിലേക്ക് ആദ്യം തന്നെ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആവും. അതുപോലെ തേങ്ങാക്കൊത്തൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ വറ്റൽമുളകും ചേർക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില. എന്നിട്ട് ഞാനിതിലേക്ക് ഒരു 2 സവാള ചോപ്പ് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് പകരം ഇനി നിങ്ങൾക്ക് ചെറിയ ഉള്ളി വേണമെങ്കിൽ അതും ചേർക്കാം. അതിന് മുന്നേ കുറച്ച് പച്ചമുളക്, ഒരു 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട് അരിഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സവാള അതിങ്ങനെ ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ്. ഇത് ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പാകത്തിന് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. കാരണം നമ്മൾ മഷ്റൂമിലേക്കുള്ള ഉപ്പ് അതിൽ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ളി ഒന്ന് വാടി കിട്ടാനുള്ള ഒരു ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ ഉള്ളി നല്ലോണം ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വറ്റിച്ചെടുത്ത മഷ്റൂം ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് വറ്റിച്ചെടുത്തത്.
ഇപ്പോൾ ആ മൺചട്ടിയിൽ ഇരുന്നിട്ട് കുറച്ച് വെള്ളം പോലെ കണ്ടിരുന്നതും ആ മൺചട്ടിയുടെ ചൂടിലിരുന്നിട്ട് നല്ല വറ്റിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് മഷ്റൂം വറ്റിച്ച് കിട്ടേണ്ടത്. ഇത് കാരണം ഇതൊരു അധികം വെള്ളത്തിലുള്ളൊരു റെസിപ്പിയല്ല. അപ്പോൾ അത് ഫുള്ള് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഉള്ളിയും ഈ മഷ്റൂമും കൂടെ നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. നമ്മൾ ആ വേവിച്ചെടുക്കുന്ന സമയത്ത് മഷ്റൂം വെന്തിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ചുടുവെള്ളം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മസാല ഒക്കെ നല്ല മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. ഒരു പാകത്തിന് കുറച്ച് മല്ലിയില, അതുപോലെ തന്നെ ഉലുവയുടെ ഇല, ഉണങ്ങിയ ഉലുവയുടെ ഇല അഥവാ കസൂരി മേത്തി അതുകൂടി ചേർത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മഷ്റൂം തയ്യാറാക്കുന്ന രൂപം. എളുപ്പമാണ് തയ്യാറാക്കിയെടുക്കാൻ, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇങ്ങനെ ആരും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നിങ്ങളിതിൻ്റെ കമൻറ്റ് അറിയിക്കുക, ലൈക്ക് ചെയ്യുക. നവറാസ് കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.